ഹായ്. നമ്മൾ മിക്കവാറും എല്ലാവരും ജിമ്മിൽ പോകാറുണ്ട്. എന്നാൽ അത് നമ്മൾ ഏറ്റവും സ്കിപ്പ് ചെയ്യുന്ന ദിവസം ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ആഴ്ചയിലൊരിക്കൽ വരുന്ന കാർഡിയോ. എന്താ, ശരിയല്ലേ? എന്ന് നമുക്ക് ആ കാർഡിയോ ദിവസം ഒരു ഉത്സവമാക്കി മാറ്റിയാലോ? എങ്ങനെയെന്നല്ലേ? ഇതാ, കണ്ടു നോക്കൂ. കാർഡിയോ ദിവസം രാവിലെ കൃത്യം 4 മണിക്ക് എഴുന്നേറ്റ് നേരെ ജിമ്മിലേക്ക്. എന്നിട്ട് അവിടെ വന്ന് ബാക്കി എല്ലാവരും ട്രെയിനേഴ്സും കൂടെ വണ്ടി എടുത്തു വിട്ടു കാട് കയറാൻ. ഏത് കാടെന്നല്ലേ? മാമലക്കണ്ടം. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് മാമലക്കണ്ടം എത്തി. ഓഫ് റോഡ് ജീപ്പുകൾ മാത്രം കയറിപ്പോകുന്ന കൊയിനിപ്പാറയിലേക്ക് ട്രക്കിംഗ് ആരംഭിച്ചു. മഴ പൊടിയുന്നു എന്നതുകൊണ്ട് തന്നെ തുടക്കം ഒരു രസമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരു ഉറക്കച്ചടവ്. എന്നാൽ മല കയറി തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും മൈൻഡ് ഫ്രഷായി. പതിയെ പതിയെ ആ വഴിയിലെ വ്യൂ, പ്രകൃതി സൗന്ദര്യം വളരെ വലിയ മാനസിക ഉല്ലാസവും ഊർജം എല്ലാവർക്കും നൽകി. മല കയറി നമ്മൾ ആദ്യ ഡെസ്റ്റിനേഷനിലെത്തി. ചെറിയൊരു കുടിൽ പോലെ ഈ കാണുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ചായക്കടയാണ്. രാവിലെ ആയതുകൊണ്ട് കട തുറന്നിട്ടില്ല. അതുകൊണ്ട് മലയിൽ നിന്നും ഓസിൽ കൂടി വരുന്ന ശുദ്ധമായ വെള്ളം മോന്തി കുടിച്ച് വീണ്ടും മല കയറി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എത്തി. ശരിക്കും സ്വർഗത്തിലെത്തിയതുപോലെ ഒരു പ്രതീതി. ഈ വിഷ്വൽസ് കാണുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ അനുഭവിച്ച മാനസിക അനുഭൂതി എത്രയെന്ന്. ശേഷം അവിടെ കുറേ സമയം ചെലവഴിച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഫൈനൽ ഡെസ്റ്റിനേഷനായ കോയിനിമലയിലെത്തി. അവിടെ നിന്നുള്ള ആ വ്യൂ ആരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. അവിടെയും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് പതിയെ പതിയെ തിരിച്ചിറങ്ങി. ഇങ്ങനെയൊന്നും അല്ലടാ ചേച്ചി, അവനെ പിടിച്ചേക്കണോ അവൻ ചേച്ചിനെ പിടിച്ചേക്കണോ? രണ്ടാലും ഡേഞ്ചറാ. അത് കൊള്ളാം. ഈ വയസ്സായ അമ്മാമ്മമാരെ കൊണ്ടുപോകാനേ നീ പിടിച്ച നാട്. തിരിച്ച് ആദ്യ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ ചായക്കട തുറന്നിരിക്കുന്നു. അവിടുന്ന് ചൂട് ചുക്ക് കാപ്പി, ചെറിയ സ്നാക്സൊക്കെ കഴിച്ചപ്പോൾ അമ്പോ, ഒന്നും പറയാനില്ല. ആ ഫീൽ അനുഭവിച്ച് തന്നെ അറിയണം. ശേഷം അവിടുന്ന് വീണ്ടും താഴെ എത്തി അവിടെ മുമ്പ് പറഞ്ഞു വെച്ചിരുന്ന ഹോട്ടലിൽ കയറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മനസ്സും വയറും നിറഞ്ഞു. ഒപ്പം വ്യായാമവും കഴിഞ്ഞു. ഇനി വീട്ടിലേക്ക്. അടുത്ത ശനിയാഴ്ച ഇനി മറ്റൊരു മല കയറണം. ഇങ്ങനെ ഒരു കാർഡിയോ സെക്ഷൻ കൊണ്ട് വെറും വ്യായാമവും മാനസികോല്ലാസവും മാത്രമല്ല ഉണ്ടാകുന്നത്, മറിച്ച് നല്ലൊരു കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് കൂടിയാണ്. ഇതേപോലെ അടിച്ചു പൊളിച്ചുള്ള മടുപ്പറിയാത്ത ഒരു ഫിറ്റ്നസ് യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ധൈര്യമായി കോതമംഗലം ജിംകി ഫിറ്റ്നസ് സെൻ്ററിൻ്റെ മോർണിംഗ് സെക്ഷൻ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാം.